അപ്പോൾ ഞാൻ ഇന്നാള് ആമസോണിൽ ഒരു ഷർട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ ഷർട്ട് ഓർഡർ ചെയ്ത സമയത്ത് എനിക്കത് ഇഷ്ടമായില്ല, അത് എൻ്റെ സൈസ് അല്ലായിരുന്നു. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തു. ഞാൻ റിട്ടേൺ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, ഓക്കെ ഇനി ഈ ഷർട്ട് എന്താവും, ഇത് എവിടെ തിരിച്ചു പോവാ, ലൈക്ക് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ യു റിട്ടേൺ എ പ്രോഡക്റ്റ്. സോ ഈ കോൺസെപ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ എക്സ്പേർട്ട് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് എന്ന് കണ്ടാൽ കമ്പനിക്ക് റിട്ടേൺ ചെയ്യും. സോ ഈ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണ്, സപ്പോസ് നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങി, ഈ ലാപ്ടോപ്പ് വാങ്ങി പിറ്റേ ദിവസം നമ്മളത് ഓൺ ആക്കുമ്പോൾ അത് ഓൺ ആയില്ല, അപ്പം ഒബ്വിയസ്ലി നമ്മളത് റിട്ടേൺ ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ടു ദ പ്രൊഡക്റ്റ് ഇഫ് ഇറ്റ് ഈസ് റിട്ടേൺ? അപ്പം നമ്മളിത് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റ് വെയർഹൗസിന്റെ കോർണറിൽ ഇരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഇത് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ, ഇത് എത്തേണ്ടടുത്ത് എത്തി കഴിയുമ്പോൾ അവിടെയുള്ള ടീം ഇത് ഇൻസ്പെക്ട് ചെയ്തിട്ട് ദേ വിൽ ഐഡന്റിഫൈ വാട്ട് വെന്റ് റോങ്, എന്താണ് ഇതിന്റെ പ്രശ്നം എന്നവർ കണ്ടുപിടിക്കും. ഇതൊരു ചെറിയ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരത് റെക്ടിഫൈ ചെയ്തിട്ട് ദേ വിൽ സെൽ ഇറ്റ് ആസ് റീഫർബിഷ്ഡ് ഇൻ എ ലെസർ പ്രൈസ്, വില കുറച്ച് അവർ നമുക്കത് തരും. കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരത് പാർട്സ് ആക്കിയിട്ട് ദേ വിൽ യൂസ് ദാറ്റ് പാർട്ട് ടു മേക്ക് എനി അതർ ഡിവൈസ്. Why this reverse logistics is important? ഇപ്പൊ നമ്മളെല്ലാവരും കസ്റ്റമർ ആണ്. സോ ആസ് എ കസ്റ്റമർ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യും. സോ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമർ കമ്പനി അത് റീപ്ലേസ് ചെയ്ത് തന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മണി നഷ്ടമാകും, ആ കമ്പനിയോടുള്ള വിശ്വാസവും നഷ്ടമാകും. സോ in order to avoid that, or in order to grow the business, or in order to maintain the business, we should have reverse logistics. If you return something, or your friends need to return something, and if they ask you what is reverse logistics, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇതാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് സംഭവം.